ശരി, അഡ്വക്കേറ്റ് ബി എൻ ഗാസ്കർ, പക്ഷേ ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി പോലും പറയുന്നത് ഒരു നിരാശയുടെ സ്വരത്തിലാണല്ലോ. കോടതിയിൽ നിന്ന് വന്ന വിധി അത് പ്രതീക്ഷിക്കാത്തതാണ്, അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുമ്പോൾ അതിജീവിതയെ ആഗ്രഹിക്കുന്നത് ഈ ഗൂഢാലോചന നടത്തിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ്. അതിൽ ദിലീപിന്റെ പേരാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിടുകയായത്. പക്ഷേ ഇവിടെ രഞ്ജിനി പറയുന്ന കാര്യം തെളിവില്ലാതെ പിന്നെ എന്ത് ചെയ്യുമെന്നാണ്. മഞ്ജുഷി, ഇതില് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാരണം, ഏതൊരു കേസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയല്ലാതിരിക്കുന്ന വ്യക്തിയെ റോബ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തം തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ വളരെ ഈ ചർച്ചകളുടെ ഈ തുടക്കത്തിൽ തന്നെ പലപ്പോഴും ദിലീപ് കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ദിലീപ് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ഉറച്ച ബോധ്യത്തിൽ വർത്തമാനം പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു വിധി വരുമ്പോൾ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം വർത്തമാനം പറയണം എന്നുള്ളത് കൊണ്ടാണ് ഒരു കോടതിക്ക് ലഭിച്ച തെളിവുകൾ അപര്യാപ്തമാണ് ശിക്ഷിക്കാൻ എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ശിക്ഷ ലഭിച്ചില്ല എന്നുള്ളതിനപ്പുറം അയാൾ കുറ്റക്കാരനല്ല എന്ന അർത്ഥത്തിൽ ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കരുത് എന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. കാരണം പക്ഷേ നിരവധി നമുക്കറിയാം, കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഇന്ത്യയിൽ നടന്നു വന്നിട്ടുള്ള നീതിന്യായ സംവിധാനങ്ങളിലെ കേസുകളുടെ നടപടിക്രമങ്ങൾ പരിശോധിക്കുന്ന ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, എല്ലാ കേസുകളിലും അങ്ങനെ വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിലാണ് ക്രിമിനൽ നിയമ നടപടിക്രമങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാതൽ എന്ന് പറയുന്നത് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഒരു പ്രതിയെ വെറുതെ വിടുക എന്നുള്ളതാണ്. എന്നതിന്റെ അർത്ഥം അയാൾ നിരപരാധിയാണ് എന്ന വ്യാഖ്യാനമല്ല ഉണ്ടാവേണ്ടത്. ഒരുപക്ഷെ അത് ഓരോ ജഡ്ജിയും തന്റെ വ്യക്തിപരവുമായിട്ടുള്ള തീരുമാനം, അത് തന്റെ നിയമബോധത്തിന്റെയും ഇന്നലെ വരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും വിധികളുടെയും പശ്ചാത്തലത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ നമുക്ക് സമൂഹത്തിന് ആകമാനം നിരാശയുണ്ടായി എന്ന് ചോദിച്ചാൽ നിരാശയുണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ വിധിയെ നിരാശയുടെ ശബ്ദത്തിൽ കേൾക്കേണ്ടി വരുന്നത്. ഇത് പറയുമ്പോൾ ആ ജഡ്ജ് ഏതോ തരത്തിലുള്ള ഒരു മഹാപരാധം ചെയ്തു, പ്രതിയെ വെറുതെ വിട്ടുകളഞ്ഞു എന്ന അർത്ഥത്തിൽ ജഡ്ജിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അഭിഭാഷകരടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു ജഡ്ജി കൂടിയാണ് അനിയം വർഗീസ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇംപെക്കബിൾ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ജഡ്ജാണ്. ഒരു കാരണവശാൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തെയും അവരെ ബാധിക്കാറില്ല. വളരെ വ്യക്തിപരമായി അവരെ പൊതുസമൂഹത്തിൽ അറിയുന്നവർക്ക് അറിയാം, വളരെ കോടിയലായി ആളുകളുമായി ഇടപെടുന്ന ആണ്. ഈ അതിസമ്മർദ്ദം, ഈ കേസിലുണ്ടായിട്ടുള്ള അതിസമ്മർദ്ദത്തെ വളരെ നിസ്സാരമായി അതിജീവിക്കുകയായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ തെളിവുകളുടെ അഭാവമുണ്ട്. അത് അന്വേഷണ ഏജൻസിയുടെ പരാജയവും പ്രതിയുടെ കൗശലവും അതിനപ്പുറം സ്വാധീനവും പണവും ഒക്കെ ചേർന്ന ഒരു സമ്മിശ്രമായിട്ടുള്ള സാഹചര്യം കൂടി ഉണ്ട്. അതാണ് പ്രധാനം. പ്രതിയുടെ സ്വാധീനവും പണവും അതെല്ലാം കൂടിയുള്ള ഒരു സമ്മിശ്രമായ ഒരു രൂപം. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ വക്കീലന്മാരുടെ സാമർഥ്യം കൂടിയാണല്ലോ. രാമൻപിള്ള സാറിനെ പോലെയുള്ള പ്രഗത്ഭരുടെ സേവനം അവിടെ ലഭ്യമായോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. താങ്കൾ അതിലുള്ള നിലപാട് കൂടി പറഞ്ഞ ശേഷം മഹേഷിലേക്ക്. അല്ല, രാമൻപിള്ള സാറിനെ പോലെ മാത്രമല്ല, ഒരുപക്ഷെ രാമൻപിള്ള സാർ അല്ലാതെ മറ്റുള്ള ആരെങ്കിലും ആയിരുന്നു ആ കോടതിയിൽ ഹാജരായിരുന്നെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ 87 ദിവസം ചോദ്യം ചെയ്യാൻ. കാര്യം കോൺസ്പിറസി മാത്രമുള്ള ഒരു ആരോപണം നേരിടുന്ന ഒരു പ്രതിയുടെ വക്കീലിനെ 87 ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് വിസ്തരിക്കുന്നതിനു വേണ്ടി കോടതി അനുവദിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ രാമൻപിള്ള സാറിനെ പോലുള്ള ഒരു ഏറ്റവും കേരളത്തിലെ ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിഭാഷകനായതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ അനുവദിക്കുക. ഒരുപക്ഷെ ഞങ്ങളൊക്കെ പോകുന്ന കോടതികളിൽ 10 ചോദ്യം കഴിയുമ്പോൾ വാട്ട് ഇസ് റിലവൻസി എന്ന് ചോദിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന കോടതി സമ്പർക്കം പബ്ലിക് പ്രോസിക്യൂട്ടർക്കും നേരിട്ടു. അതുകൊണ്ട് തന്നെയാണല്ലോ ആദ്യ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പിന്മാറിയത്. മഹേഷ്, അതിനുള്ള മറുപടി താങ്കൾ 2 കാര്യങ്ങൾ